നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ള വർക്കൗട്ട് 5 ഡേയ്സ് ചലഞ്ചിന്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ പഠിക്കേണ്ട ടോപ്പിക് എൻ്റെയർ ടോപ്പിക്ക് പഠിച്ചു. അതിൻ്റെ പരീക്ഷ രാത്രി 9 മണി കൃത്യമായി അറ്റൻഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കറണ്ട് അഫേഴ്സിന്റെ മൈക്രോ നോട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയി എത്ര മാർക്ക് ഉണ്ടോ അത്രയും മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ ഈ പറയുന്ന കറണ്ട് അഫേഴ്സിന്റെ മൈക്രോ നോട്ടും മൈക്രോ ക്ലാസ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ സഹകരണ ഔഷധ സംസ്കരണ സംഭരണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സഹകരണ ഔഷധ സസ്യ സംസ്കരണ അല്ലെങ്കിൽ സംഭരണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല, കാരണം ഈ ക്ലാസ് കേട്ട് പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി അവർ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഓപ്ഷൻ പറയാതെ തന്നെ ആൻസർ അങ്ങ് പറഞ്ഞു പോയാൽ അത്രയും നല്ലതെന്ന്. അപ്പൊ അതുകൊണ്ട് അതും ആൻസർ അങ്ങ് പറയുകയാണ്. ആൻസർ തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ആദ്യമായി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കുന്ന സമയത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യത്തത് അങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ നിങ്ങൾ ഉറപ്പായും അത് വായിക്കണം. ദെൻ യുനെസ്കോയുമായി ബന്ധപ്പെടുത്തി ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി കേരളത്തിലോ ഇന്ത്യയിൽ ഏതെങ്കിലും സ്ഥലങ്ങളോ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും മത്സര പരീക്ഷയ്ക്ക് ചോദിക്കും. കോഴിക്കോടുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കോഴിക്കോട്. ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട വസ്തുത അതൊരു കറണ്ട് അഫേഴ്സ് ആണ്. രണ്ടാമത്തെ വസ്തുത യുനെസ്കോയുമായി ബന്ധമുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കറണ്ട് അഫേഴ്സിൽ ഈ പറഞ്ഞ യുനെസ്കോയുമായി ബന്ധപ്പെടുത്തി ഇന്ത്യയിൽ ആദ്യത്തത് എന്ന് പറഞ്ഞിട്ട് കേരളവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങളോ പ്രദേശങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായും അത് മത്സര പരീക്ഷയിൽ ചോദിക്കും. അതൊരു ട്രെൻഡാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ഔഷധ സസ്യ അല്ലെങ്കിൽ പറഞ്ഞേക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ സഹകരണ എന്നാ പറഞ്ഞേക്കുന്നത്, സഹകരണ ഔഷധ സസ്യ സംസ്കരണ സംഭരണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? അത് മറ്റത്തൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അപ്പൊ കോഴിക്കോടിന് ഈ പറഞ്ഞ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. കുറ്റിച്ചൽ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ എന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയുണ്ട്. സഹകരണ മേഖലയല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ആണ്. ദെൻ മറയൂറിന് പ്രത്യേകതയുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ മറ്റത്തൂരാണ്. മറ്റത്തൂർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചോണം. അതിനോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ. ലോകത്തിൽ ആദ്യമായി സഹകരണ പ്രസ്ഥാനം എന്ന ആശയം നിലവിൽ വന്നത് ഇംഗ്ലണ്ടിലാണ്. ലോകത്തിലാദ്യമായി സഹകരണ പ്രസ്ഥാനം നിലവിൽ വന്ന രാജ്യം അത് ഇംഗ്ലണ്ടാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഞാൻ പറയുന്ന 3 പിതാക്കന്മാരെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് റിവിഷൻ ആയിട്ട് കിട്ടും. ഒന്നാമത്തത് ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? അത് റോബർട്ട് ഓവനാണ്. മറക്കരുത്, റോബർട്ട് ഓവനെ പറ്റിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ റോബർട്ട് ഓവനാണ് ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരും ചോദിക്കും. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് AK ഗോപാലനാണ്. ഒരു ചോദ്യം കൂടെ നിങ്ങൾ പഠിച്ചേ മതിയാകൂ. ഏഷ്യയിൽ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമായത് അത് കോഴിക്കോടാണ്. കേരളത്തിന്റെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കോഴിക്കോട് നഗരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലത്. അപ്പൊ അതിനോടൊപ്പം പഠിക്കേണ്ടത് ഏഷ്യയിൽ ആദ്യത്തെ സഹകരണ മ്യൂസിയം, ഇന്ത്യയിൽ ആദ്യത്തെ സഹകരണ മ്യൂസിയം, കേരളത്തിൽ ആദ്യത്തെ സഹകരണ മ്യൂസിയം, ഈ 3ന്റെ ഉത്തരം ഇത് തന്നെ, കോഴിക്കോട് തന്നെയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ റോബർട്ട് ഓവനെ നമ്മൾ പറഞ്ഞു, ഫ്രെഡറിക് നിക്കോൾസനെ നമ്മൾ പറഞ്ഞു. ദെൻ ലോകത്തിൽ ആദ്യമായി സഹകരണ പ്രസ്ഥാനം നിലവിൽ വന്ന രാജ്യം ഇംഗ്ലണ്ടാണ്. ഒരു ചോദ്യം കൂടെ അങ്ങോട്ട് ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്നാ കാർട്ട നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ മാഗ്നാ കാർട്ടയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കാണും. ഈ ചോദ്യം കാണുമെന്നല്ല ഞാൻ പറഞ്ഞേ, മാഗ്നാ കാർട്ടയുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മാഗ്നാ കാർട്ട എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കും. ലോകത്തിൽ ആദ്യമായിട്ട് അവകാശപത്ര രേഖയായ ജോൺ രാജാവ് റണ്ണീമീഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടു. അതിനെ അറിയപ്പെടുന്ന പേരുൾപ്പെടെ നിങ്ങൾ പഠിക്കും. കേരളത്തിലെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട, തിരുവിതാംകൂറിലെ കർഷക മാഗ്നാ കാർട്ട, കേരളത്തിന്റെ മാഗ്നാ കാർട്ട എന്ന് പറഞ്ഞ പല തരത്തിൽ നിങ്ങൾ ചോദ്യം പഠിക്കില്ലേ? ആ ചോദ്യങ്ങളെല്ലാം ഉറപ്പായും
ഉറപ്പായും നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ വരും. കാരണം ഈ പറയുന്ന ഒരു 7 മാസം അല്ലെങ്കിൽ 8 മാസ കാലയളവായി നമ്മൾ ഈ പറയുന്ന ലേറ്റസ്റ്റ് ട്രെൻഡ് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ്. ഈ പറയുന്ന സംസ്ഥാന പുനഃസംഘടന എന്നറിയപ്പെടുന്ന ഏരിയയിൽ നിന്നൊരു ചോദ്യം കാണും, മാഗ്ന കാർട്ടയുമായി ബന്ധപ്പെട്ട ചോദ്യം കാണും, റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യം കാണും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ സഹകരണ ഔഷധ സസ്യ സംസ്കരണ സംഭരണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? അത് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഏഷ്യയിൽ ആദ്യത്തെ സഹകരണ മ്യൂസിയം എവിടെയാണ്? അത് കോഴിക്കോടാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ നമ്മൾ റോബർട്ട് ഓവനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. റോബർട്ട് ഓവൻ, ഓവൻ അല്ല, റോബർട്ട് ഓവൻ. ഒന്ന് തിരുത്തി പഠിക്കണേ, റോബർട്ട് ഓവന. ഓക്കെ. ദെൻ കേരള സംസ്ഥാനത്തെ മികച്ച സഹകാരിക്കുള്ള 2024 റോബർട്ട് ഓവൻ പുരസ്കാരത്തിന്റെ ജേതാവ് അത് കോലിയക്കോട് കൃഷ്ണൻ നായരാണ്. ഒന്ന് കറണ്ട് അഫയേഴ്സ് ആണ്, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. കേരള സംസ്ഥാനത്തെ മികച്ച സഹകാരിക്കുള്ള 2024 റോബർട്ട് ഓവൻ പുരസ്കാര ജേതാവ് ആരാണ്? അത് കോലിയക്കോട് കൃഷ്ണൻ നായരാണ്. അത് പഠിച്ചേ മതിയാകൂ. അപ്പം നമ്മൾ ഈ ഓപ്ഷനിൽ നിന്ന് കളക്ട് ചെയ്യണമല്ലോ. ഓപ്ഷനിൽ കളക്ട് ചെയ്യുമ്പം ഇന്ത്യയിൽ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത്, മറക്കല്ലേ, ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് എന്ന് പഠിച്ചാലും മതി. ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത്. ജസ്റ്റ് ട്രൈബൽ എന്ന് പറയുന്ന കണ്ടന്റ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് അത് കുറ്റിച്ചലാണ്. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ 4ാമത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, എന്ത്? മറയൂറുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താ? ചന്ദന മരങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് മറയൂറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചന്ദന മരങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് മറയൂർ. മുനിയറകളുടെ നാടെന്നറിയപ്പെടുന്നത് മറയൂർ ശർക്കരയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലൊരു സ്ഥലം കൂടിയാണ് മറയൂർ എന്നറിയപ്പെടുന്നത്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മെഗാശിലായുഗ സ്മാരകങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഓരോ സ്ഥലങ്ങൾ നമ്മൾ പറയും. കുപ്പകൊല്ലി, ഈ പറയുന്ന ആനക്കര, അങ്ങനത്തെ ഓരോ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ SCRT സ്കൂൾ ടെക്സ്റ്റ് ആണ് അത്. അപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചന്ദന മരങ്ങളുടെ നാട്, മുനിയറകളുടെ നാട്, ശർക്കരയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് മറയൂറാണ്. അപ്പൊ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചന്ദനം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒരിക്കലും കേരളമല്ലല്ലോ, അത് കർണാടകയാണ്. അതൊന്ന് ഓർത്തു വെച്ചാൽ നല്ലത്. അപ്പൊ ചന്ദന മരങ്ങളുടെ നാട്, മുനിയറകളുടെ നാട്, ശർക്കരയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം ഏതാണ്? അത് മറയൂറാണ്. ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ. അപ്പൊ ഈ 5 days വർക്കൗട്ട് നമ്മൾ തുടങ്ങിയിട്ട് ഇന്ന് ഒരു ദിവസം കഴിഞ്ഞു. ഇന്നത്തെ 2ാമത്തെ ദിവസമാണ്. ഇനിയും 3ാം ഘട്ടവും 4ാം ഘട്ടവും പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ വർക്കൗട്ട് ബാച്ചിൽ ഈ പറയുന്ന 5 ദിവസത്തെ ചലഞ്ച്, ചില ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട്, ഈ 5 ദിവസം കൊണ്ട് ചലഞ്ച് തീരുമോ? ഒരിക്കലുമില്ല. ഈ 5 ദിവസത്തെ ചലഞ്ച് ഉദ്ദേശിച്ചേക്കുന്നത് 10th ലെവൽ പ്രിലിംസിന്റെ 2ാം ഘട്ടം ഫോക്കസ് ചെയ്യുന്ന ജനുവരി 11 എക്സാം ഉള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ്. ആ ഒരു റിവിഷൻ മോഡൽ നമ്മൾ ഈ 5 ദിവസത്തെ ചലഞ്ച് കണ്ടക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ വർക്കൗട്ട് ബാച്ച് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് പ്രിലിംസ് വരെ നമ്മൾ ഈ വർക്കൗട്ട് ബാച്ച് ഇങ്ങനെ റിവിഷൻ ക്ലാസ്, PDF, എക്സാം ഇങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ പറഞ്ഞേക്കുന്ന വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെയും നിർബന്ധിക്കുന്നില്ല, ആരുടെയും തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നില്ല. 9072728242 നമ്പറിലേക്ക് ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പ് മെസ്സേജ് അയക്കേണ്ടത് നോക്കൂ, ഏകദേശം ഒരു ദിവസമൊക്കെ 1200 1300 കുട്ടികൾ ഈ പറയുന്ന ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഏതെങ്കിലും നമ്മൾ കൊടുത്ത കണ്ടന്റുമായി ബന്ധപ്പെട്ട സംശയങ്ങളുടെയൊക്കെ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുമ്പോൾ ഇവരുടെ ആദ്യം മെസ്സേജ് അയച്ചവർക്കാണ് പ്രയോറിറ്റി. അപ്പൊ ആദ്യം മെസ്സേജ് അയച്ചത് തീർത്ത് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അയച്ച മെസ്സേജ് ലേറ്റ് ആവും റിപ്ലൈ ഇടാൻ. അതൊന്നും ക്ഷമിക്കുക. അതല്ലാതെ വേറെ കണ്ടന്റിലോ ഈ ക്ലാസ്സിലോ ഒന്നും ഒരു തരത്തിലുമുള്ള കോംപ്രമൈസും ഇല്ല. അപ്പൊ താല്പര്യമുള്ളവർ കൊടുത്തേക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. കറണ്ട് അഫയർ ആണ്. ഒന്ന്, കേരളത്തിൽ ആദ്യമായിട്ട് പക്ഷി നിരീക്ഷണ പാഠശാല ഒരുങ്ങുന്നത് കോട്ടയം ജില്ലയിലെ കടപ്പൂരിലാണ്. അത് ശരിയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത്, കേരളത്തിൽ ആദ്യത്തെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായിട്ട് പക്ഷി ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം അത് കേരളമാണ്. ലോകത്തിൽ ആദ്യമായിട്ടെന്നാ പറയുന്നത്. ലോകത്തിൽ ആദ്യമായി പക്ഷി ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്, കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് അത് നൂറനാടാണ്. അത് വേറെ ചോദ്യമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് പക്ഷി നിരീക്ഷണ പാഠശാല ഒരുങ്ങുന്നത് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലെ കടപ്പൂർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇത് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. IT മേഖലയിലെ കുടുംബശ്രീയുടെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. അതും ശരിയാണ്. അപ്പൊ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. കുടുംബശ്രീയുടെ ആദ്യത്തെ, മറക്കല്ലേ,
ഭിന്നലിംഗ കുടുംബശ്രീ യൂണിറ്റ്, ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കുടുംബശ്രീ യൂണിറ്റിന്റെ പേരാണ് മനസ്വിനി. കോട്ടയം ജില്ലയിലെ മനസ്വിനിക്ക് പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ഭിന്നശേഷിയല്ല ഭിന്നലിംഗ കുടുംബശ്രീ യൂണിറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് കുടുംബശ്രീ യൂണിറ്റ് ആണ് മനസ്വിനി. അത് കോട്ടയം ജില്ലയിലാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അപ്പൊ IT മേഖലയിലെ കുടുംബശ്രീയുടെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത് ഈ ജില്ലയിലാണ്. അത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന വിശേഷമുള്ള ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിന് പ്രത്യേകതയുണ്ട്. പഴയ കാലത്ത് കൊട്ടനോറ എന്നറിയപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് ഇത് കുട്ടനാട്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലത്. ഓക്കെ, ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ രാജ്യത്താദ്യമായി ഇന്ത്യ മഹാരാജ്യത്ത്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യയിൽ ആദ്യമായി അല്ലെങ്കിൽ രാജ്യത്താദ്യമായി എന്ന കേസ് വന്നാൽ ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ രാജ്യത്താദ്യത്തെ 24/7 ഓൺലൈൻ കോടതി നിലവിൽ വന്നത് അത് കൊല്ലത്താണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി, നാലാമത്തെ. അതുകൊണ്ട് നാലാമത്തത് തെറ്റായിരിക്കും എന്ന് കരുതരുത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയ ആദ്യ മലയാളി അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ മലയാളി സാജൻ പ്രകാശ്. തെറ്റ്. സാജൻ പ്രകാശിന് വേറെ പ്രത്യേകതയുള്ളത്. ഇപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയ ആദ്യ മലയാളി എന്നറിയപ്പെടുന്നത് അത് സോജൻ ജോസഫ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയ ആദ്യ മലയാളിയുടെ പേരെന്താണ്? അത് സോജൻ ജോസഫ് ആണ്. അപ്പൊ ഉത്തരം തിരുത്തി തന്നെ പഠിച്ചോണം. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി കേരള PSC മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ട്രെൻഡ് നമുക്കറിയാമല്ലോ. ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ചോദിക്കും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്ത്യയിൽ ആദ്യത്തെ രാജ്യത്താദ്യത്തെ യുനെസ്കോയുമായി ബന്ധപ്പെടുത്തി ഏതെങ്കിലും വാർഷികങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉറപ്പായും പഠിക്കണം. അങ്ങനത്തെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായി ചോദിക്കും. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. ഒന്നാമത്തത്, രാജ്യത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രം സ്ഥാപിതമായത് അത് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. രാജ്യത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രം സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രം ഏതാണ്? അത് കോട്ടൂർ, തിരുവനന്തപുരം ജില്ലയിലാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, കേരളത്തിന്റെ പൈതൃക മൃഗം എന്നറിയപ്പെടുന്നത് ആനയാണല്ലോ. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ കേരള സംസ്ഥാനത്ത് ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് തുടങ്ങിയത് എവിടെയാണ്? കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് സീപ്ലെയിൻ സർവീസ് തുടങ്ങിയത് അത് കൊച്ചി കായലാണ്. കൊച്ചി കായൽ പഠിക്കും നമ്മൾ ഈ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് 1913 കായൽ സമ്മേളനം വിളിച്ചു കൂട്ടിയത് പണ്ഡിറ്റ് കറുപ്പനാണെന്നൊക്കെ പഠിക്കത്തില്ലയോ? അപ്പൊ നമുക്ക് വേണ്ടതാണ് കേരള സംസ്ഥാനത്ത് ആദ്യ സീപ്ലെയിൻ സർവീസ് തുടങ്ങിയത് അത് കൊച്ചി കായലിലാണ്. കൊച്ചി ബോൾഗാട്ടി വാട്ടർ ഡ്രോമിൽ നിന്ന് മാട്ടുപ്പെട്ടി ജലാശയത്തിലേക്കാണ് ആദ്യ സർവീസ് പോയത്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. വളരെയേറെ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ചില ആളുകളെങ്കിലും കരുതും കേരള സംസ്ഥാനത്ത് ആദ്യമായി സീപ്ലെയിൻ സർവീസ് തുടങ്ങിയത് ഈ പറഞ്ഞ കൊല്ലം ജില്ലയിലെ അഷ്ടമുടിയിലല്ലയോ? അന്ന് ആ സീപ്ലെയിൻ സർവീസ് തുടങ്ങാൻ വേണ്ടി പോയി. അത് പ്രതിഷേധത്തെ തുടർന്ന് ആ സർവീസ് ക്യാൻസൽ ചെയ്തതാണ്. അപ്പൊ നമുക്ക് വേണ്ടത് കേരള സംസ്ഥാനത്ത് ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ഒഫീഷ്യലായി തുടങ്ങിയത് കൊച്ചി കായലിലാണ്. കൊച്ചി ബോൾഗാട്ടി വാട്ടർ ഡ്രോമിൽ നിന്ന് മാട്ടുപ്പെട്ടി ജലാശയത്തിലേക്കാണ് ആദ്യത്തെ സർവീസ്. മാട്ടുപ്പെട്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ പോയിന്റ് ഉറപ്പായി നിങ്ങൾ പഠിക്കണം. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇന്നത്തെ ദിവസം നമുക്കറിയാമല്ലോ, ഇന്ന് ഡേ 2 ചൊവ്വയാണ്. ഇന്ന് ഈ പറഞ്ഞ വർക്കൗട്ട് ബാച്ചിലും കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലും ഉള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പഠിക്കേണ്ട ടോപ്പിക്ക് കേരള ഭൂമിശാസ്ത്രം മൊത്തവും പഠിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ഓർ ഗൈഡ് വർക്കൗട്ട് ബാച്ചിൽ നമ്മൾ മെറ്റീരിയൽസ് തരുന്നുണ്ട്. ആ വർക്കൗട്ട് ബാച്ചിൽ കുട്ടികൾ എന്ത് ചെയ്താൽ മതി? ഈ തരുന്ന മെറ്റീരിയൽസ് പഠിച്ചാൽ മതി. കേരള ഭൂമിശാസ്ത്രത്തിന്റെ മാജിക് മന്ത്ര ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. മാജിക് മന്ത്ര എന്ന് പറഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളെയാണ് നമ്മൾ മാജിക് മന്ത്ര എന്ന് പറയുന്നത്. അതിനകത്തുനിന്നേ ചോദ്യം വരും. ഓക്കെ, ഈ 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട്, ഈ തുച്ഛമായ 4 ദിവസങ്ങളിൽ കൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നമ്മൾ ഈ തരുന്ന ഈ കണ്ടന്റ്, നിങ്ങളുടെ മുന്നിലേക്ക് ഈ തരുന്ന നോട്ട്സ്, ഈ തരുന്ന വീഡിയോ സീരീസ് എല്ലാം ഉപകാരപ്പെടുത്തുക. കാരണം 10th ലെവൽ പ്രിലിംസ് പാസ് ഔട്ട് ആവുന്ന സമയത്ത് ആരും നിങ്ങളോട് എടുത്തു ചോദിക്കത്തില്ല ഏത് ക്ലാസ്സാണ് കണ്ടത്, ഏത് ലേണിംഗ് ആപ്പാ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഏതൊക്കെ വീഡിയോ ക്ലാസ് കണ്ടു, ഏതൊക്കെ നോട്ട്സ് വായിച്ചു എന്നൊന്നും ആരും ചോദിക്കൂല. ചോദിക്കുന്നത് 10th ലെവൽ പ്രിലിംസ് ഉണ്ടോ അല്ലെങ്കിൽ കിട്ടിയോ ഇല്ലയോ എന്നാണ്. അതിനുവേണ്ടി ഏത് സാധ്യതയും നമ്മൾ ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് വായിക്കാം, നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ വായിക്കാം, നിങ്ങൾ ഏതെങ്കിലും ആപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വായിക്കാം,
നിങ്ങൾ ഏതെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സിൽ സിൻസിയർ ആയിട്ട് ആത്മാർത്ഥമായിട്ട് അവിടുത്തെ മാനേജ്മെന്റ് പറയുന്ന കേട്ട് കൃത്യമായി പഠിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്ത് തന്നെ ചെയ്താലും ഈ വരുന്ന 2025 പ്രിലിംസ് നമുക്ക് കിട്ടണം, 2025 നടക്കുന്ന മെയിൻസ് പരീക്ഷ നമുക്ക് കിട്ടണം, ഇനി വരുന്ന പോകുന്ന മുഴുവൻ മത്സര പരീക്ഷയും നമുക്ക് കിട്ടണം. കാരണം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ സ്പെൻഡ് ചെയ്യുന്നത്? നമുക്കൊരു ജോലിക്ക് വേണ്ടിയാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടത് കേരള ഭൂമിശാസ്ത്രത്തിലെ മുഴുവൻ കണ്ടന്റും പഠിക്കണം. ഫുൾ റിവിഷനാ. ഈ 11ാം തീയതി പരീക്ഷ ഉള്ളവർക്ക് ഇനി ഒരു ദിവസമില്ലെന്ന് കരുതിക്കോ. കേരള ഭൂമിശാസ്ത്രം ഇന്ന് തീർക്കണം. ദെൻ കറണ്ട് അഫേഴ്സ് നമ്മൾ തന്നേക്കുന്ന ടോപ്പിക്ക് പഠിക്കണം. കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലുള്ളവർ, അല്ലാത്ത വർക്കൗട്ട് ബാച്ചിലുള്ളവർ കറണ്ട് അഫേഴ്സിന്റെ PDF തന്നിട്ടുള്ള PDF ക്ലാസ് കൃത്യമായിട്ട് കാണണം. ഓക്കെ. ദെൻ അടുത്ത മൂന്നാമത്തെ ടോപ്പിക്ക് നാച്ചുറൽ സയൻസ് ആണ്. നാച്ചുറൽ സയൻസിന്റെ SCRT NCRT ഉൾപ്പെടെ കണ്ടന്റ് ആഡ് ചെയ്യുന്ന സയൻസ് കില്ലർ എന്നറിയപ്പെടുന്ന ഒരു PDF ഉണ്ട്. അത് ഉറപ്പായും പഠിക്കണം. ഫസ്റ്റ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ആ 20 മാർക്കിൽ 17+ ചോദ്യങ്ങൾ വന്നത് ഈ സയൻസ് കില്ലർ എന്നറിയപ്പെടുന്ന ടോപ്പിക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ PDF-ൽ നിന്നാണ്, അല്ലെങ്കിൽ ക്ലാസ് സെക്ഷനിൽ നിന്നാണ്. അത് കണ്ടന്റ് ആയിട്ട് വായിച്ചു മാറ്റണം. ദെൻ ഇത്രയും കണ്ടന്റ് പഠിച്ചതിന് ശേഷം രാത്രി 9 മണിക്ക് നിങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള വർക്കൗട്ട് ബാച്ചിലും PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും എന്തുണ്ട്, എക്സാം ഉണ്ട്. ഇതിന്റെ നോട്ട്സ് സഹിതമുള്ള കണ്ടന്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കണം. ഇത്രയും ടോപ്പിക് ഇന്ന് പഠിക്കണം. അപ്പൊ കറണ്ട് അഫേഴ്സിൽ ഈ പറയുന്ന ടോപ്പിക് ഇന്ന് പഠിക്കട്ടെ. ഒന്ന്, ദിനങ്ങൾ പ്രമേയം ഉറപ്പായിട്ടും പഠിക്കണം. ദിനങ്ങളും പ്രമേയവും എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് ഉറപ്പായും പഠിക്കണം. കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികൾ, പ്രധാനപ്പെട്ട നിയമനങ്ങൾ, പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ നിങ്ങൾ പഠിക്കണം. ചന്ദ്രയാനെ പറ്റിയുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രധാനപ്പെട്ട ഏരിയ പഠിക്കണം. പുതിയ ഭേദഗതികൾ, നമ്മളത് ഒരു കാര്യം കൂടെ. അപ്പൊ ഇതിന് വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാത്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, നിങ്ങളുടെ കൈവശം ടെക്സ്റ്റ് കാണും, നിങ്ങളുടെ കൈവശം മെറ്റീരിയൽസ് കാണും. അതെന്ത് ചെയ്യുക, ഇന്നത്തെ വായനയിൽ ഉൾപ്പെടുത്തുക. ദിനങ്ങൾ ആരെയും പറഞ്ഞല്ലോ, ആരെയും നിർബന്ധിക്കുമല്ല, ആരുടെയും സമയം കളയുമല്ല. ദിനങ്ങൾ പ്രമേയങ്ങൾ, കേരളത്തിലെ പദവികൾ, ചന്ദ്രയാൻ, പുതിയ ഭേദഗതികൾ. ദെൻ കറണ്ട് അഫേഴ്സ് സീരീസ് 20 നമ്മൾ പബ്ലിഷ് ചെയ്തേക്കുന്ന കറണ്ട് അഫേഴ്സ് സീരീസ് 20, കറണ്ട് അഫേഴ്സ് സീരീസ് 11, 10. ദെൻ മൈക്രോ നോട്ട് ഇമ്പോർട്ടന്റ് ഇന്ന് പഠിക്കേണ്ടത് ഈ മൈക്രോ നോട്ടാണ്. നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന മൈക്രോ നോട്ട്. ദെൻ 96ാമത് ഓസ്കാർ പുരസ്കാരം, UN വർഷങ്ങൾ. ഇത്രയും ഏരിയ ചൊവ്വാഴ്ച ദിവസമായി ഇന്ന് പഠിക്കണം. ഇത്രയും പഠിച്ചിട്ട് വേണം രാത്രി 9 മണിക്കത്തെ എക്സാം അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇനിയും പറഞ്ഞല്ലോ, റിവിഷൻ വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന 9072782242 നമ്പറിലേക്ക് ജസ്റ്റ് ഒരു വാട്സാപ്പ് ഇടുക. ഓക്കെ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഉറപ്പിച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഈ പറയുന്ന മൈക്രോ നോട്ടിലെ ചോദ്യം മസ്റ്റായി വരും. ചോദ്യം ഇതാണ്: അന്താരാഷ്ട്ര ടൂർണമെന്റിൽ തുല്യ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന ഏതാണ്? അന്താരാഷ്ട്ര ടൂർണമെന്റിൽ തുല്യ സമ്മാനത്തുക നൽകുന്ന ആദ്യത്തെ കായിക സംഘടന ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഏതാണ്? അത് ICC ആണോ, ഫിഫയാണോ, IOC ആണോ, അത് ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ ഓപ്ഷനാണ്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്താരാഷ്ട്ര ടൂർണമെന്റ് 2024 ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക സംഭവമാണ് ഞാൻ പറയുന്നത്. അന്താരാഷ്ട്ര ടൂർണമെന്റിൽ തുല്യ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ICC ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ് ലോകത്തിൽ തന്നെ ആദ്യമായി അന്താരാഷ്ട്ര ടൂർണമെന്റിൽ അതും ബാക്കി ഇമ്പോർട്ടൻ്റ് ആണ്, അന്താരാഷ്ട്ര ടൂർണമെന്റിൽ തുല്യ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന അത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അല്ലെങ്കിൽ ICC ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഇവിടെ ലേറ്റസ്റ്റ് ഒരു കറണ്ട് അഫെയർ, ഈ പറയുന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൽ ക്രിക്കറ്റ് ലോകകപ്പിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്രിക്കറ്റ് ലോകകപ്പിലെ പുരുഷ വനിതാ ടീമുകൾക്ക് 2024 സെപ്റ്റംബറിൽ ഈ പറയുന്ന ICC അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ എന്ത് ചെയ്യുന്നു? തുല്യമായിട്ടുള്ള സമ്മാനത്തുക പ്രഖ്യാപിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2024 സെപ്റ്റംബറിലാണ് തുല്യ സമ്മാനത്തുക പ്രഖ്യാപിക്കുന്നത്. ദെൻ അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്: 2024 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന ആ ഒരു 4 മാസമല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പൊ 2024 ഒക്ടോബറിൽ നടന്ന വനിതാ 2020 ലോകകപ്പിൽ ഇത് പ്രാബല്യത്തിൽ വന്നു. അപ്പൊ വനിതാ ലോകകപ്പ്, ഈ പറയുന്ന 2020 വനിതാ ലോകകപ്പിൽ ഈ പറയുന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ എന്ത് ചെയ്തു? തുല്യ സമ്മാനത്തുക പ്രഖ്യാപിക്കുന്നു. അതിന്റെ ജേതാക്കളുമായി ബന്ധപ്പെട്ട് അതിൽ ഒന്നാം ജേതാക്കളായിട്ടുള്ള ആളുകൾക്ക് ആ ടീമിന് $2.3 ദശലക്ഷം സമ്മാനമായിട്ടും, രണ്ടാം സ്ഥാനം കൈക്കലാക്കിയതായി നേടിയ ടീമിന് $1.17 ദശലക്ഷം സമ്മാനമായിട്ട് അവർ കൊടുത്തു. അപ്പൊ ഇതേ എമൗണ്ട് തന്നെയാണ് എന്ത്
എന്ത് ഈ പറയുന്ന വ്യത്യാസമില്ലാതെ, ഒരു തരത്തിലുമുള്ള വ്യത്യാസമില്ലാതെ അങ്ങനെ എന്താണ് തുല്യ സമ്മാന തുക ഈ പറയുന്ന പുരുഷ ക്രിക്കറ്റ് ടീമിനെന്നോ വനിതാ ക്രിക്കറ്റ് ടീമെന്നോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് കുറച്ച് എമൗണ്ട് അല്ലെങ്കിൽ പുരുഷന് കൊടുക്കുന്ന അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ അന്താരാഷ്ട്ര ടൂർണമെന്റിൽ തുല്യ സമ്മാന തുക നൽകുന്ന ആദ്യ കായിക സംഘടന എന്ന വിശേഷണം ആർക്കാണിപ്പം? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിനാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഞാൻ പറയുന്ന കണ്ടന്റ് ഇമ്പോർട്ടന്റ് ആണ്. 2024 ലോകകപ്പ് ഉറപ്പായും ചോദിക്കും. 2024 2020 ലോകകപ്പിൽ ഇന്ത്യ കപ്പ് അല്ലെങ്കിൽ ഇന്ത്യ കപ്പടിച്ചല്ലോ. അതിൽ ഇന്ത്യയെ നയിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ ടീമിനെ നയിച്ചത്. ദക്ഷിണാഫ്രിക്കയെ 7 റൺസിനാണ് ഇന്ത്യ തോൽപ്പിക്കുന്നത്. 2ാം തവണയാണ് ഇന്ത്യ കിരീടം നേടുന്നത്. അപ്പൊ 2024 2020 ലോകകപ്പിന്റെ പ്രത്യേകത, ഇന്ത്യ 2ാം തവണ എന്ത് ചെയ്യുന്നു? കിരീടം നേടുന്നു. അപ്പൊ ആദ്യ തവണ, അതായത് 2007 പ്രഥമ 2020 ടൂർണമെന്റിൽ MS ധോണി, ക്യാപ്റ്റൻ കൂൾ എന്ന വിശേഷണമുള്ള MS ധോണിയുടെ, മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യ കപ്പ് നേടിയിട്ടുണ്ട്. 2026 2020 ലോകകപ്പ് നടക്കുന്നത് എവിടേക്കാ? അത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് 2026 2020 ലോകകപ്പ് നടക്കുന്നത്. അപ്പൊ കായിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പായും ചോദിക്കുമെങ്കിൽ ഈ 2020 ലോകകപ്പ് ഇമ്പോർട്ടന്റ് ആയി ചോദിക്കും. അത് നിങ്ങളുടെ വായനയിൽ ഉൾപ്പെടുത്തുക. ഇമ്പോർട്ടന്റ് ആണ്. ഇത് മൈക്രോനോട്ട് ക്ലാസ് ആണ്. ഇതേപോലുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്, വർക്കൗട്ട് ഭാഷയിൽ കൊടുക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. 2023 CB കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യം. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഈ ടോപ്പിക് ഉറപ്പായും പഠിച്ചിട്ട് പോകണം. കർഷകോത്തമ, കർഷകശ്രീ, കേരളശ്രീ തുടങ്ങിയിട്ടുള്ള പുരസ്കാരങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 2023 CB കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് അത് CD രവീന്ദ്രൻ നായർക്കാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ആൻസർ ഓപ്ഷൻ C, CD രവീന്ദ്രൻ നായരാണ്. അപ്പം 2023 കർഷക തിലകം അവാർഡ് ഉണ്ട്. അത് ബിന്ദു കെ ആണ്. കണ്ണൂർ ജില്ലയിലെ ബിന്ദു കെ എന്നറിയപ്പെടുന്ന വ്യക്തിക്കാണ് കർഷക തിലകം അവാർഡ് ലഭിക്കുന്നത്. ഏറ്റവും മികച്ച തെങ്ങ് കർഷകനുള്ള കേരള കേസരി, പറക്കല്ല കേരകേസരി, കേരളയല്ല കേരകേസരി പുരസ്കാരം ലഭിച്ചത് PT സുഷമയാണ്. മലപ്പുറം ജില്ലയിലെ PT സുഷമ എന്നറിയപ്പെടുന്ന വ്യക്തിക്കാണ് കേരളത്തിലെ 2023 ഏറ്റവും മികച്ച തെങ്ങ് കർഷകനുള്ള കേരകേസരി, തെങ്ങ് കർഷകനോ കർഷക അല്ലെങ്കിൽ കർഷക സ്ത്രീയെന്നോ കർഷക പുരുഷനെന്നോ അല്ല പറയുന്നത്, കർഷകൻ, ഏറ്റവും മികച്ച തെങ്ങ് കർഷകനുള്ള കേരകേസരി പുരസ്കാരം ലഭിച്ചത് മലപ്പുറം ജില്ലയിലെ PT സുഷമയ്ക്കാണ്. മലപ്പുറം ജില്ലയ്ക്ക് പ്രത്യേകതയുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2024 കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ മലപ്പുറം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊന്നും ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് ഓർത്തു വെക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഓപ്ഷൻ ബി, നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഓപ്ഷൻ സി, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഓപ്ഷൻ ഡി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അപ്പൊ ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ എന്നറിയപ്പെടുന്ന ഏരിയ അല്ലയോ? ഇതിന്റെ ഓൾറെഡി PDF തന്നിട്ടുണ്ട്. അതിന്റെ ക്ലാസ് ഉൾപ്പെടെ റിവിഷൻ ആയിട്ട് ഫസ്റ്റ് പ്രിലിംസ് സമയത്തും അതിന് മുന്നത്തെ LDC പരീക്ഷ സമയത്തൊക്കെ റിവിഷൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതുകൂടി കാണാം. അപ്പൊ നമുക്ക് വേണ്ടത് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതെന്നാ ചോദ്യം. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ശരിയാണ്. കേരളത്തിന്റെ ഏറ്റവും പുതിയ ഗവർണർ ആരാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ നിലവിലെ ഏറ്റവും പുതിയ എന്ന് ഉദ്ദേശിക്കുന്നത് നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. ഉറപ്പിച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഗവർണറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കമ്പൽസറി ആയി കാണും. കേരള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കമ്പൽസറി ആയി കാണും. ഈ പറഞ്ഞ കർഷകോത്തമ പുരസ്കാരത്തിൽ നിന്ന് ഒരു ചോദ്യം കാണും. അതുകൊണ്ടാണ് മൈക്രോ നോട്ടിൽ ഞാൻ ഈ പറയുന്ന സെലക്ടഡ് ടോപ്പിക്ക് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ശരിയാണ്. ഓപ്ഷൻ ബി, നിയമസഭാ സ്പീക്കർ AN ഷംസീർ ആണ്. കേരളത്തിലെ നിലവിലെ നിയമസഭാ സ്പീക്കർ ആരാണ്? അത് AN ഷംസീർ ആണ്, തർക്കമില്ല. ദെൻ ഓപ്ഷൻ സി, ഡെപ്യൂട്ടി സ്പീക്കർ, നിലവിലെ കേരളത്തിലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. അതും ശരിയാണ്. കേരളത്തിലെ ഡി ഓപ്ഷൻ നോക്കിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തെറ്റാ. കാരണം നിലവിലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ആരല്ല? രമേശ് ചെന്നിത്തല അല്ല. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നിയമസഭയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പായും കമ്പൽസറി ആയും പഠിച്ചിരിക്കണം. ഓക്കെ,
അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നിലവിലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? അത് VD സതീശനാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി നമ്മൾ ഈ പറയുന്ന PDF കൊടുക്കാത്ത 3 പ്രധാനപ്പെട്ട നിയമനങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പറയുവാണ്. കേരളത്തിലെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, പഠിച്ചേ പറ്റൂ. കേരള സംസ്ഥാനം എന്നാണോ നിലവിൽ വന്നത് അതേ വർഷം അതേ തീയതിയിലാണല്ലോ കേരള ഹൈക്കോടതി ഫോം ചെയ്യുന്നത്. അപ്പൊ കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ ആണ്. ഒന്ന് ഓർത്തു വെക്കണം. ദെൻ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ, നിലവിലെ ചെയർപേഴ്സൺ ശ്രീകല S ആണ്. മാറുന്ന സമയത്ത്, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ആരാണ്? അത് ശ്രീകല S ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. ദെൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ നിലവിലെ ചെയർമാൻ അത് N അനിൽകുമാർ ആണ്. അപ്പൊ നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്ന് പഠിക്കണം. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ ആണെന്ന് പഠിക്കണം. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ശ്രീകല S ആണെന്ന് പഠിക്കണം. കേരള സംസ്ഥാന എന്റെ കൂടെ പറഞ്ഞേ, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ചെയർമാൻ അത് N അനിൽകുമാർ ആണ്. ഇത്രയും ആനുകാലിക സംഭവങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. ഇനി ഉറപ്പിച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ കേരള മന്ത്രിസഭയിലെ വനിതകളുമായി ബന്ധപ്പെട്ട്, കേരള മന്ത്രിസഭ കമ്പൽസറി ആയിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ കേരള മന്ത്രിസഭ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്തുനിന്ന് ഇപ്പോഴത്തെ ഫസ്റ്റ് പ്രിലിമിനറി പരീക്ഷയിൽ റോഷി അഗസ്റ്റിനെ ചോദിച്ചു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറഞ്ഞാൽ വാർത്താ പ്രാധാന്യങ്ങളിൽ എപ്പോഴും വാർത്തയിലെല്ലാം ഇപ്പൊ പറയുന്ന കോടതി പരാമർശവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യക്തി പ്രാധാന്യം ഉണ്ടെങ്കിൽ അത് ഉറപ്പായും മത്സര പരീക്ഷയ്ക്ക് ചോദിക്കും. അതൊക്കെയാണ് ചോദ്യോർത്താവ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത്, ആ ചോദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഉറപ്പിച്ചോ, കേരള മന്ത്രിസഭ 15ാം കേരള മന്ത്രിസഭ ഉറപ്പായിട്ടും പഠിക്കണം. കേരളത്തിൽ 15ാം കേരള മന്ത്രിസഭയും കേന്ദ്രത്തിൽ 18ാം ലോക്സഭയാണുള്ളത്. അപ്പൊ 15ാം കേരള മന്ത്രിസഭയിലെ 3 പ്രധാനപ്പെട്ട വനിതകളെ ഒന്ന് ഓർത്തു വെക്കുക. ഒന്ന് ഡോക്ടർ R ബിന്ദു ആണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, സാമൂഹിക നീതി. ഈ 2 പോർട്ട്ഫോളിയോ ആർക്കാണ്? ഡോക്ടർ R ബിന്ദുവിനാണ്. J ചിഞ്ചുറാണി എന്നറിയപ്പെടുന്ന വ്യക്തിത്വം ഉണ്ടല്ലോ, അവര് മൃഗസംരക്ഷണം, ക്ഷീരവികസനം, കേരളത്തിലെ നിലവിലെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി, കേരളത്തിലെ നിലവിലെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി. ഈ 2 പോർട്ട്ഫോളിയോ അവർക്കാണുള്ളത്, അല്ലെങ്കിൽ അവർക്കാണുള്ളത് J ചിഞ്ചുറാണി. ഓക്കെ. ദെൻ ഓപ്ഷൻ സിയിലേക്ക്, മൂന്നാമത്തെ കണ്ടിലേക്ക് വന്നാൽ വീണ ജോർജ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളത്തിലെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിലെ നിലവിലെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി കൂടിയാണ് ആര്? ഈ പറയുന്ന വീണ ജോർജ്. അപ്പൊ ഈ 3 പോർട്ട്ഫോളിയോ മാത്രം പഠിച്ചാൽ പോരാ, കേരള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട മുഴുവൻ കണ്ടന്റ് നിങ്ങൾ പഠിക്കണം, വായിക്കണം. ഈ പറയുന്ന 3 വ്യക്തികളെ, പ്രധാനപ്പെട്ട വനിതകളെ കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചാൽ അത്രയും നല്ലത്. ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ. ദെൻ നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഉറപ്പായും 2 ടോപ്പിക്കിൽ ഒരെണ്ണം ചോദിക്കും. ഒന്നെങ്കിൽ പാരീസ് പാരാലിമ്പിക്സ് അല്ലെങ്കിൽ പാരീസ് ഒളിമ്പിക്സ്. അപ്പം പാരാലിമ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാരാലിമ്പിക്സ് മെഡൽ പട്ടികയിൽ 29 മെഡൽ നേടി 18ാം സ്ഥാനത്ത് ഇന്ത്യ എത്തുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പൊ 2024 ഓഗസ്റ്റ് മാസം 28ാം തീയതി മുതൽ സെപ്റ്റംബർ 8 വരെ പാരീസിൽ നടന്ന പാരാലിമ്പിക്സിന്റെ മെഡൽ പട്ടിക പരിശോധിച്ചാൽ അതിൽ ഇന്ത്യക്ക് സ്ഥാനം 18ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അത് 18ആണ്. 29 മെഡലാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. അതിൽ 7 സ്വർണ്ണമുണ്ട്, 9 വെള്ളിയുണ്ട്, 13 വെങ്കലമുണ്ട്. അങ്ങനെ മൊത്തം 29 മെഡൽ ഇന്ത്യക്ക് ലഭിച്ചു. 18ാം സ്ഥാനമാണ്. ഇനി 1ാം സ്ഥാനമുള്ള രാജ്യം, അതായത് 2024 പാരീസ് പാരാലിമ്പിക്സിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ചൈനയാണ്. 220 മെഡലാണുള്ളത്. അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിച്ച് നമ്മൾ പറയുന്നു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ആദ്യ രാജ്യം ഇന്ത്യയും 2ാം സ്ഥാനം ചൈനയുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് വേണ്ടത് പാരാലിമ്പിക്സ് മെഡൽ പട്ടിക മൊത്തവും പഠിച്ചില്ലെങ്കിലും മൊത്തവും പഠിക്കണം. പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട PDF ഉൾപ്പെടെ ക്ലാസ് നോട്ട് ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് വീണ്ടും ഞാൻ റിവൈസ് ചെയ്ത് പോകുന്നില്ല, കാരണം ഇതൊരു മൈക്രോ നോട്ട് ക്ലാസ് സെക്ഷനാണ്. അപ്പൊ അതിനകത്ത് മാക്സിമം കണ്ടന്റ് ഉൾപ്പെടുത്തി പോകുന്നു. അടുത്തത് നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ C സ്പേസ് ഉറപ്പായും ചോദിച്ചിരിക്കും.
കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സി സ്പേസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ടാ ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ഒരു OTT പ്ലാറ്റ്ഫോം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിന്റെ പേര് സി സ്പേസ് എന്നാ. അപ്പൊ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? അത് സി സ്പേസ് ആണ്. സി സ്പേസ് 2024 മാർച്ച് 7-നാണ് നിലവിൽ വന്നത്. 2024 മാർച്ച് 7-നാണ് നിലവിൽ വന്നത്. സി സ്പേസ് രാജ്യത്ത് ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതെന്ന് ചോദിച്ചാൽ അത് സി സ്പേസ് ആണ്. ഇതിന്റെ ചുമതല വഹിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. KSFDC എന്ന് പറയും. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് എന്തിന്റെ ചുമതല? കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമിന്റെ ചുമതല വഹിക്കുന്നത് ആരാണ്? അത് KSFDC ആണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഡേറ്റ് മറക്കല്ലേ. സി സ്പേസ് ഇംപ്ലിമെന്റ് ചെയ്തത് 2024 മാർച്ച് 7-നാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ കമ്പൽസറിയായി പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് നീതി ആയോഗ്. നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ സിലബസിൽ എന്തില്ല? ഈ പറഞ്ഞ 5 ഇയർ പ്ലാനിംഗ് ഒന്നും ഇല്ല. എന്നിരുന്നാലും ഇന്ത്യയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ എന്ത് ഉൾപ്പെടുത്തി പഠിക്കുക? ഈ പറഞ്ഞ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് 5 ഇയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളെല്ലാം ആഡ് ചെയ്ത് പഠിക്കണം. അപ്പൊ 2015 ജനുവരി 1-നാണ് എന്ത് നിലവിൽ വരുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നീതി ആയോഗ് സംവിധാനം നിലവിൽ വരുന്നത്. എന്താണ് നീതി ആയോഗ്? ഒന്നുമില്ല, ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പുതിയ സംവിധാനത്തിന്റെ പേരാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകം എഴുതിയത് നരേന്ദ്രമോദിയാണ്. ലെറ്റേഴ്സ് ടു മദർ, മറക്കല്ലേ, ലെറ്റേഴ്സ് ടു മദർ എന്ന പുസ്തകം എഴുതിയത് നരേന്ദ്രമോദിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ചെയർമാൻ നരേന്ദ്രമോദി. വൈസ് ചെയർമാൻ, നിലവിലെ നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ അത് സുമൻ ബെറിയാണ്. സുമൻ ബേരി എന്നോ സുമൻ ബെറി എന്നോ നിങ്ങൾക്ക് പഠിക്കാം. ദെൻ നീതി ആയോഗിന്റെ നിലവിലെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യമാണ്. നിലവിലെ നീതി ആയോഗിന് നിലവിലെ CEO ആരാണ്? അത് BVR സുബ്രഹ്മണ്യമാണ്. അപ്പൊ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് സംവിധാനം നിലവിൽ വരുന്നത്. നീതി ആയോഗിന്റെ പ്രത്യേകത എന്താ? ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പുതിയ സംവിധാനത്തിന്റെ പേരാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? അത് സുമൻ ബെറിയാണ്. നിലവിലെ CEO ആരാണ്? അത് BVR സുബ്രഹ്മണ്യമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിന്റെ പൂർണ്ണരൂപം. നമ്മൾ അത് പഠിക്കുമ്പം ഈ 2 വർഷങ്ങൾ ഒന്ന് കവർ ചെയ്ത് പഠിക്കണം. 1938, 1950, 1951. വേറെ ഒന്നുമില്ല. ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് 1938. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. 1950 മാർച്ച് 15-നാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, ദേശീയ ആസൂത്രണ കമ്മിറ്റി വേറെ, കമ്മീഷൻ വേറെ. കമ്മീഷൻ 1950 മാർച്ച് 15-ന് നിലവിൽ വരുന്നു. 1951 മുതൽ ഇന്ത്യയിൽ എന്ത് ആരംഭിക്കുന്നു? പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നു. അപ്പൊ ഈ പറയുന്ന 1950 മാർച്ച് 15-ന് നിലവിൽ വന്ന പ്ലാനിംഗ് കമ്മീഷന് ബദലായി നിലവിൽ വന്ന സംവിധാനത്തിന്റെ പേരാണ് നീതി ആയോഗ്. 2015 ജനുവരി 1-ന് ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പുതിയ സംവിധാനത്തിന്റെ പേരാണ് എന്ത്? നീതി ആയോഗ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ മൈക്രോനോട്ട് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. പറഞ്ഞല്ലോ, ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്ക് പെൻഡിങ് വരുത്തരുത്. സ്റ്റഡി ടൈം ഉൾപ്പെടെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലും വർക്കൗട്ട് ബാച്ചിലും തരുന്നുണ്ട്. 1ാമത്തെ ദിവസത്തെ വർക്കൗട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. അതിൽ സയൻസ് കില്ലർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ കേരള നവോത്ഥാന ചരിത്രത്തിന് 3 മാജിക് മന്ത്ര PDF കൊടുത്തിട്ടുണ്ട്. ആ 3 മാജിക് മന്ത്ര മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് നവോത്ഥാനം കേരള ചരിത്രം മൊത്തം കിട്ടും. മുഴുവൻ റാങ്ക് ഫയൽ നിങ്ങൾ ഇനി തുച്ഛമായ സമയത്ത് വായിച്ച് റിവൈസ് ചെയ്യേണ്ട. ഇത് ഈ കൂട്ടായ്മയുടെ ഉറപ്പാണ്. അപ്പൊ സിൻസിയർ ആയിട്ട് പഠിക്കുക. വരും ക്ലാസ്സുകളിൽ ഇത് തന്നെ ഫോളോ അപ്പ് ചെയ്തു പോവുക. ഇതേ സ്ഥിരതയോട്, ഇതേ പറഞ്ഞല്ലോ, ഇതൊരു സ്ഥിരമായിട്ട് ഇതേ ഒരു സ്ഥിരതയോടുകൂടി എല്ലാ ദിവസവും പഠിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് എക്സാം, എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് മുമ്പ് ഈ നോട്ട്സ് തരുന്ന സമയത്ത്, ഈ ക്ലാസ് തരുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് പോവുക. നിങ്ങളുടെ മുന്നിൽ ഇനിയും 4 ദിവസം നിങ്ങൾക്ക് ബ്രില്യൻ്റ് ആയിട്ട് വർക്കൗട്ട് നടത്തിയാൽ ഉറപ്പാണ് ഒരു 80 GK സയൻസിൽ 75+ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഒരു ആവറേജുകാരനായിക്കോട്ടെ, ഒരു ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഒരു ബിലോ ആവറേജ് ആളായിക്കോട്ടെ, അദ്ദേഹത്തിന് ഒരു 10 മാർക്ക് കിട്ടി മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, അങ്ങനെ പറയുന്നത് തെറ്റാ. 20 മാർക്കാണ്, അതിൽ പകുതി കിട്ടിയെന്നിരിക്കട്ടെ. എന്നിരുന്നാലും ഈ പറയുന്ന 85 മാർക്ക്, 100-ൽ 85 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ബ്രില്യൻ്റ് ആയിട്ട് വർക്കൗട്ട് നടത്തി പോവുക, റിവിഷൻ നടത്തുക. വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ മുഴുവൻ നിങ്ങൾക്ക് ആദ്യ റാങ്കുകളിൽ എത്താൻ പറ്റട്ടെ എന്ന് ഈ കൂട്ടായ്മ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.